ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീക്ക് നമ്മൾ ദുബായിലെ തന്നെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ദ ഫസ്റ്റ് ഐസ് ലോഞ്ച് ഇൻ ദ മിഡിൽ ഈസ്റ്റ്. ദ ഫസ്റ്റ് സബ്സിഡി ലോഞ്ച് ഇൻ ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2007. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദുബായിൽ തന്നെ ഷെയ്ഖ് സായിദ് റോഡിലുള്ള ടൈം സ്ക്വയർ സെൻറ്ററിലാണ്. അതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ തന്നെ നമുക്കിത് കാണാം. At last we are here in the chill out ice lounge cafe, one of my bucket list cleared. ഓക്കെ, ബാക്കി അകത്തെ സീൻസൊക്കെ നമുക്ക് കാണാം. സോ മച്ച് എക്സൈറ്റഡ് ആൻഡ് ത്രിൽഡ്. ടിക്കറ്റ് എടുത്ത ഉടനെ തന്നെ നമുക്ക് വേണ്ട തെർമൽ ക്ലോത്തിങ്സ് ഒക്കെ അവർ തരും. ഒരു ഹെവി ജാക്കറ്റ്, വൂളൻ ഗ്ലൗസ്, ഷൂസാണ്. ഹെവി ജാക്കറ്റിന് ഹുഡഡ് പാർക്ക് എന്നെന്തോ പറയുന്നത്. അവിടുത്തെ സ്റ്റാഫ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. മോളുടെ ക്ലോത്തിങ്സ് ഒക്കെ അവരാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് വി ആർ റെഡി ടു എക്സ്പ്ലോർ. നമ്മൾ ഈ കടന്നു പോകുന്ന സ്പേസിനെ പറയുന്നത് ബഫർ സോൺ എന്നാണ്. ഇവിടെ ടെമ്പറേച്ചർ 5 ഡിഗ്രി സെൽഷ്യസിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അക്ലിമറ്റൈസ്ഡ് ആവാനായിട്ട് ഇവിടെ ബെറ്ററാണ്. കാരണം നമ്മൾ -ഡിഗ്രിയിൽ കണ്ണിന് കിടക്കാൻ പറ്റില്ല. -6 ഡിഗ്രി സെൽഷ്യസിലാണ് അകത്തെ എൻവയോൺമെൻറ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് കടന്നു. ഉള്ളിൽ അവർ ഫ്ലോറൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്നോ അല്ല, തെർമോക്കോളിൻ്റെ ബോൾസ് വെച്ചാണ് അവർ ഫില്ല് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളകത്ത് കയറുമ്പോൾ അതിൻ്റെ ഫ്ലോറാണ്, അത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റൂഫ് കാണാം. ശരിക്കും നല്ല ഫുൾ ഐസ് ആണ്. പിന്നെ അകത്ത് കുറേ എന്താ പറയുക, അതിൻ്റെ റൂഫ് ക്ലോസ് വ്യൂ ആണത്. പിന്നെ നമ്മൾ സൈഡിലൊരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടോ കാണാം. പിന്നെ പലതരത്തിലുള്ള ഐസ് സ്കൾപ്ചേഴ്സ്, അതിലൊക്കെ ലൈറ്റിങ്സൊക്കെ ഭയങ്കര രസമാണ്. കുറച്ച് നേരം ഞാൻ ആ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു. ശരിക്കും എനിക്ക് വണ്ടർ അടിച്ചത് ഇവരുടെ ആ ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ആൻഡ് റെഫ്രിജറേഷൻ ആൻഡ് ലൈറ്റിംഗ് ആണ് കേട്ടോ. കാരണം ഇപ്പോൾ യിലേക്ക് തന്നെ ടെമ്പറേച്ചർ അറിയാമല്ലോ, ഭയങ്കര ഹൈ ആണ്. 40 എബോവൊക്കെ വരുന്ന ടൈമിലായാൽ തന്നെയും ഈ ഒരു ഇത് അവർ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ടെക്നോളജിക്കൽ സൈഡ് ആലോചിച്ചപ്പോൾ ശരിക്കും വണ്ടറായി. പിന്നെ ഈ ഒരു ലൈറ്റിങ്സ്, ആ ഒരു ഡിഫ്യൂസ് ലൈറ്റിങ്സ് ഓരോ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഐസ് ബ്ലോക്സിലൂടെ ഇങ്ങനെ ഫിൽറ്റർ ആകുമ്പോൾ എന്താ പറയുക, നല്ല രസമായിട്ട് ഇത് കാണാനായിട്ട്. ശരിക്കും അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ഫുഡൊക്കെ റെഡിയാണ്. ഇത് നമുക്ക് പേ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, നമ്മളുടെ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, അത് ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു. പിന്നെ ഒരു ബാർബിക്യൂ ചിക്കൻ. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഒരു 1 മണി 1:30 കൂടിയാണ് കേട്ടോ ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലായിട്ടൊന്നും വേറെ ഒന്നും ഓർഡർ ചെയ്തില്ല. ഇത് ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളതൊക്കെ ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമാട്ടോ. ശരിക്കും നമ്മൾ ഈ യൂറോപ്പിലൊക്കെ പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും ഇൻഡോറായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ഈ ഐസ് ഹോട്ട് ചോക്ലേറ്റും ഈ ബാർബിക്യൂ ചിക്കനൊക്കെ സെക്കൻഡിനുള്ളിൽ തന്നെ ചൂടാറും. അതുമാതിരി, കാരണം -ഡിഗ്രി ആണല്ലോ. പിന്നെ ഞങ്ങൾ അഡീഷണലായിട്ട് പേ ചെയ്തത് ഈ നൈട്രജൻ പോപ്കോൺസാണ്. ജസ്റ്റ് ആ പുക വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നൈട്രജൻ പോപ്കോൺസ് ഓർഡർ ചെയ്തത്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ അറിയാമല്ലോ, അത്രയും -ഡിഗ്രിയിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഊതി കുറേ നേരം അങ്ങനെ കുറേ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തു. നമുക്കിതിൻ്റെ ഉള്ളിൽ 1 ഹവറാണ് കേട്ടോ ഒരു അലൗ ചെയ്തിരിക്കുന്ന ടൈം. പക്ഷെ 1 ഹവറിനുള്ളതൊന്നുമില്ല. കാരണം വേറെ പ്ലേ സെക്ഷൻ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, -ഡിഗ്രി ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക നമ്മൾ ഇൻഡോറിൽ തന്നെ. ബാക്കി അങ്ങനെ പ്ലേ ഗെയിംസൊക്കെ നോക്കി പോവുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ദുബായിലെ എമിറേറ്റ്സ് മാളിലുള്ള സ്കീ ദുബായ് ആണ് കേട്ടോ. അതൊരു രക്ഷയില്ല. അത് ഒരു എന്താ പറയുക, ഒരു വണ്ടർ വേൾഡ് തന്നെയാണ് കേട്ടോ. അതിൽ പല ടൈപ്സ് ഓഫ് ഗെയിംസ് ഉണ്ട്. അത് ഫുള്ള് സ്നോ എക്സ്പീരിയൻസുകളാണ് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ നേരം പോപ്കോൺ ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഫോട്ടോസും വീഡിയോസും. പക്ഷേ ഈ ക്യാപ്പൊക്കെ എന്താ പറയുക, ക്യാപ്പ് മാറ്റി ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കി. പക്ഷേ എന്താ പറയുക, തണുപ്പ് നല്ലപോലെ തലക്കൊക്കെ അടിക്കുന്നുണ്ട്. അധികം നേരം എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിലും ഗ്ലൗസ് കൊണ്ട് നമുക്ക് ടച്ചിങ്സൊക്കെ കറക്റ്റായിട്ട് വർക്ക് ആവണുണ്ടായിരുന്നില്ല. അങ്ങനെ ഗ്ലൗസ് മാറ്റി വീഡിയോ എടുക്കാൻ നോക്കും. പക്ഷേ കൈയൊക്കെ ശരിക്കും ഫ്രീസാവും. പിന്നെ അവർ നമുക്ക് വെറൈറ്റി ഓഫ് ഫുഡ്സ് ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹോട്ട് സൂപ്സ് ആൻഡ് സാൻഡ്വിച്ചസ്, ജ്യൂസസ്, കോഫി, ടീ, വെറൈറ്റി ഓഫ് ഡെസേർട്ട്സ്, മോക്ടെയിൽസ്, കൺഫെക്ഷണറീസ്. അങ്ങനെ ഒരു എന്താ പറയുക, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ട്. കാരണം
1 hour ഉണ്ടല്ലോ, അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഗെയിംസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചില്ലിങ് എക്സ്പീരിയൻസ്. അങ്ങനെ ഫുഡൊക്കെ ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു മീറ്റ് ക്രിസ്മസ് സാന്റ. അങ്ങനെ ക്രിസ്മസ് സാന്റനെ കണ്ടു. ഞങ്ങൾ മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്തു. അങ്ങനെ സാന്റ നമുക്ക് ഗിഫ്റ്റൊക്കെ തന്നു. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഐസ് ക്യൂബ്സിലൂടെ ഈ ലൈറ്റിങ്സ് ഇങ്ങനെ ഫിൽറ്റർ ആകുമ്പോൾ അത് പ്രത്യേക ഭംഗിയാണ്. അത് എന്താ പറയുക, നല്ല രസമാണ്. അതിങ്ങനെ ഓരോ സെക്കൻഡിൽ ഇങ്ങനെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ സ്റ്റാറും ക്രിസ്മസ് ട്രീ ഒക്കെ റെഡിയാണ്. ഇവിടെ ഒരു ബേർഡിനെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും കാണാം. ക്രിസ്മസ് ഗിഫ്റ്റുകൾ റെഡി. പിന്നെ എല്ലാവർക്കും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു -ഡിഗ്രിയിൽ എന്താ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ബഫർ സോണിലേക്ക് പോവാം. ഞാൻ കുറച്ച് നേരം ബഫർ സോണിൽ പോയി ബോഡിയൊക്കെ ഒന്ന് ഹീറ്റ് ആയതിനു ശേഷം തിരിച്ചു വന്നത്. തനുഷ്കയുടെ വീഡിയോസും ഫോട്ടോസൊക്കെ കുറച്ചെടുത്തു. പിന്നെ അവർ നല്ല ഭംഗിയുള്ള ഒരു സ്നോമാനെ സൈഡിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഈ ഒരു ലോഞ്ച് അവർ പല ഫങ്ഷൻസിന് വേണ്ടി കൊടുക്കാറുണ്ട്. ബർത്ത്ഡേ പാർട്ടീസ്, പ്രൈവറ്റ് ഹയേഴ്സ്, മൂവി ഷൂട്ടിനൊക്കെ വേണ്ടി. ഇപ്പോൾ ഇവിടെ കാണാം, ഏതൊരു ബർത്ത്ഡേ പാർട്ടി അടുത്തെന്തോ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ നമുക്ക് കാണാം. പിന്നെ കുറേ നേരം ഒരു എന്താ പറയുക, ഓരോ സ്കൾപ്ചേഴ്സൊക്കെ ഞാനിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിങ്ങനെ നടന്നു. നല്ല രസമുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ സ്റ്റാഫ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അത് റിസപ്ഷനിലാണെങ്കിലും ചിലർ ലോഞ്ചിൻ്റെ അകത്തുള്ള സ്റ്റാഫാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ഞാനും മോളും കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡ് മനഃപൂർവ്വം കയറാനതാണ്. ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരുമെന്ന് ഓർത്ത് മനഃപൂർവ്വം കയറാനാണ്. കാരണം ഞാൻ എന്താ പറയുക, സാധാരണ അങ്ങനെ 1-2 ഫോട്ടോയിലൊന്നും സാറ്റിസ്ഫൈഡ് ആവത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഫോട്ടോമാനെയൊക്കെ തന്നെ എനിക്കൊരു പോസ്റ്ററിൽ തന്നെ പല ടൈപ്സ് ഓഫ് ഫോട്ടോ എടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്യലാണ്. അപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് അതിൽ നിന്ന് ചിലപ്പോൾ 1-2 മാത്രമേ ഞാൻ ചൂസ് ആകത്തുള്ളൂ. അപ്പം അകത്തൊരു ബ്രദർ ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിലധികം ഫോട്ടോസും വീഡിയോസും കുറേ നടന്നു. 2-4 മിനിറ്റോളം നമ്മുടെ പുറകെ നടന്ന വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. അങ്ങനെ കുറേ എന്താ പറയുക, ഇങ്ങോട്ടും മഞ്ഞ് വാരി എറിയണ പോലെ അങ്ങനത്തെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. ഞാൻ വീണ്ടും എടുത്ത് ഇവരുടെ എന്താ പറയുക, ഹോസ്പിറ്റാലിറ്റി റിയലി അപ്രീഷ്യബിളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഫ്രണ്ട്ലി സ്റ്റാഫ്സാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ചിലവർ ലോഞ്ചിൽ പോയി ആ ഒരു -ഡിഗ്രി എക്സ്പീരിയൻസ് ചെയ്യുക. സമ്മർ സീസണിലാണ് ഏറ്റവും ബെറ്റർ പോകാനായിട്ട്. കാരണം ആ ഒരു ഇവിടെ ആ ചൂടിനൊക്കെ ഒരു ആശ്വാസം കിട്ടും. ഇതിൽ ടിക്കറ്റ് റേറ്റ് വരുന്നത് അഡൽട്ടിന് 40, ചിൽഡ്രന് 20 ആണ്. വീക്കെൻഡ്സിലാണെങ്കിൽ 50, ചിൽഡ്രന് 25 വരും. പിന്നെ 1 hour. പിന്നെ തെർമൽ ക്ലോത്തിങ്സ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ഫുഡ്, ബിവറേജസ്, എവറിത്തിങ് അവൈലബിൾ. അപ്പോൾ എല്ലാവരും പോവുക, എക്സ്പീരിയൻസ് ചെയ്യുക. അത്രയൊക്കെയുള്ളൂ. താങ്ക് യു.